CPMന്റെ പുതിയ തന്ത്രം വിലപ്പോകില്ല. വി ഡി സതീശൻ. ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണബോംബുമായി CPM രംഗത്ത് വരുന്നു. കെ രമയെ ആസ്ഥാന വിധവയെന്ന് നിരന്തരമായി ആക്ഷേപിച്ചപ്പോൾ കെ ശൈലജയോ ബൃന്ദ കാരാട്ടോ ഈ നാട്ടിൽ ഉണ്ടായില്ലേ? LDF സ്ഥാനാർത്ഥി കണ്ടന്റ് ഉണ്ടാക്കലല്ല ഷാഫിയുടെ ജോലിയെന്ന് മറുപടിയുമായി വി ഡി സതീശൻ രംഗത്ത് വന്നു. കഴിഞ്ഞ മാസം 25-ന് മുഖ്യമന്ത്രിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതുവരെയും ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ എന്തുകൊണ്ട് ഒരു നടപടിയും എടുക്കുന്നില്ല? സ്ത്രീകളെയോ എതിർ സ്ഥാനാർത്ഥികളെയോ അപമാനിക്കുന്ന പാരമ്പര്യം UDF-ന് ഇല്ല. അത് പ്രോത്സാഹിപ്പിക്കുകയുമില്ല. അതെല്ലാം ജനങ്ങൾക്ക് നന്നായി അറിയുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. സ്ത്രീകൾക്കെതിരെ നിരന്തരമായി അധിക്ഷേപം നടത്തുന്നവർ കേരളത്തിൽ ആരാണെന്ന് ജനങ്ങൾക്ക് നല്ലപോലെ അറിയും. തോൽക്കുമെന്ന് ഉറപ്പായ പേടിയിൽ CPM ചില പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് UDF പ്രവർത്തകരും പറയുന്നു. MM മണി ആനിരാജിയെ പോലും വെറുതെ വിട്ടിട്ടില്ല. അപ്പോഴെല്ലാം ഇവർ എവിടെയായിരുന്നു എന്നും അവർ ചോദിക്കുന്നു. VC-യുടെ വിലക്ക് ലംഘിച്ച് ജോൺ ബ്രിട്ടാസിന്റെ രാഷ്ട്രീയ പ്രസംഗം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കേരള സർവകലാശാല ക്യാമ്പസിൽ വൈസ് ചാൻസലറുടെയും രജിസ്ട്രാറുടെയും വിലക്ക് അവഗണിച്ച് ജോൺ ബ്രിട്ടാസ് MP-യുടെ രാഷ്ട്രീയ പ്രസംഗം തുടർന്നു. ഇത് സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർവകലാശാല രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടു. സുഗന്ധഗിരിയിലെ മരം കൊള്ള ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെ അനവധി വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വയനാട് സുഗന്ധഗിരിയിൽ നിന്ന് 126 മരങ്ങൾ മുറിച്ചു കടത്തിയതിനാലാണ് DFO ഷജന കരീമിനെയും സജീവൻ, വീരാൻകുട്ടി എന്നിവരടക്കം പേരെ സസ്പെൻഡ് ചെയ്തത്. മുട്ടിൽ മരം മുറി പോലെ എങ്കിലും അതിനോട് സമാനമായ മരം കൊള്ളയാണ് ഇവിടെ നടന്നതെന്ന് വയനാട്ട് നാട്ടുകാർ പറയുന്നു. മാസപ്പടി രേഖകൾ പിടിച്ചെടുത്തെന്ന് ED. CMR-ൽ എക്സാലോജിക്ക് ദുരൂഹ പണമിടപാട് ശശിധരൻ കർത്തായുടെ വീട്ടിൽ ED എത്തി മൊഴിയെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും CMR-ലും തമ്മിലുള്ള മാസപ്പടി പണയിടപാടുമായി ബന്ധപ്പെട്ട് CMR-ൽ MD SN ശശിധരൻ കർത്തായുടെ വീട്ടിലെത്തി ED സംഘം മൊഴിയെടുത്തു. ED നോട്ടീസ് നൽകി വിളിപ്പിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളാൽ ഹാജരാകാൻ കഴിയാത്തതിനാലാണ് ED അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ എത്തി മൊഴിയെടുത്തതെന്ന് ED പറഞ്ഞു. CMR-ൽ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വിവരം ശേഖരിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് EDക്കുള്ളത്. പുറത്തു വരാനുള്ള രഹസ്യ വിവരങ്ങളും അക്കൗണ്ടുകളും കണ്ടെത്തണം. ഷോൺ ജോർജ് പറയുന്നത് 35 കോടിയുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിൽ വീണ ഒരു സേവനവും നൽകിയിട്ടില്ലെന്ന് ശശിധരൻ കർത്തായും IT വിഭാഗം ഉദ്യോഗസ്ഥരും മൊഴി നൽകിയിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് CMR-ൽ കമ്പനി അധികൃതരുടെ ഉദ്ദേശം. അതിന്റെ ഭാഗമായാണ് CMR-ൽ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ വരെ കേസുമായി എത്തിയിരിക്കുന്നത്. ശശിധരൻ കർത്ത മുൻപ് വെളിപ്പെടുത്തിയ രേഖകളോ മൊഴികളോ വെളിച്ചം കാണാതെ ആക്കാനുള്ള നടപടികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയത് സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖകളൊന്നും ED ചോദിക്കാൻ അവകാശമില്ലെന്നാണ് പ്രധാന വാദം. EDയുടെ അന്വേഷണം റദ്ദാക്കണമെന്നും ആവശ്യം മുഖ്യമന്ത്രി സുപ്രീം കോടതി വിധിയിൽ വരെ വെള്ളം ചേർത്താണ് എല്ലാ വകുപ്പും മറികടന്ന് ഫയൽ വിളിപ്പിച്ച് ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് സഹായം നൽകിയതെന്നാണ് പറയുന്നത്. ശശിധരൻ കർത്തയെ സഹായിച്ചതിന്റെ അതിന്റെ രേഖകളെല്ലാം പുറത്തു വന്നാൽ മുഖ്യമന്ത്രിയും മകളും അഴിയെണ്ണേണ്ടി വരുമെന്നാണ് പരാതിക്കാർ പറയുന്നത്. അതിനാലാണ് KSIDCയെ കൊണ്ട് 84 ലക്ഷം കൊടുത്ത് കേരള ഹൈക്കോടതിയെ സമീപിച്ച് പരാജയപ്പെട്ടതെന്നും സർക്കാർ ഖജനാവ് മുടിപ്പിക്കാൻ എന്തു വഴിയും കണ്ടെത്തുകയാണ് ഇവർ ചെയ്യുന്നതെന്നും പൊതുജനങ്ങൾ ആരോപിക്കുന്നു. പ്രധാനമന്ത്രി കേരളത്തിലെത്തി CMR-ൽ കമ്പനിക്കെതിരെയും മുഖ്യമന്ത്രിക്കും മകൾക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് അധിക്ഷേപിച്ചിട്ട് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് ഉച്ചരിക്കുക പോലും ചെയ്തിട്ടില്ല. BJP കേന്ദ്ര സർക്കാർ എത്രമാത്രമാണ് മറുപടിയിൽ പറഞ്ഞത് അതാണ് ഷിബി ബേബി ജോൺ ചൂണ്ടിക്കാട്ടിയത്. CMR-ന്റെ പേര് പറഞ്ഞ് മോദി അഴിമതി ആരോപണം നടത്തിയതാണ് ശശിധരൻ കർത്തായെ ഭയപ്പെടുത്തിയിരിക്കുന്നത്.
അതേസമയം മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിക്കണം. PV ആരാണെന്ന് പോലും ശശി തരൂർ കർത്ത വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്യു കുഴൽനാടൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം MV ഗോവിന്ദൻ മുൻ അഭിപ്രായങ്ങളിൽ നിന്ന് മലക്കം മറിഞ്ഞു. നേരത്തെ MV ഗോവിന്ദനും AK ബാലനടക്കം CPM നേതാക്കൾ വീണ വിജയനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് എക്സാലോജിക്ക് വിഷയത്തിൽ പാർട്ടി ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. മോദി പ്രഭാവത്തിന് മങ്ങലേൽക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മാസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മോദി പ്രഭാവത്തിന് മങ്ങലേൽക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മോദിയുടെ 400 സീറ്റ് എന്ന പ്രചാരണത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നതായും അവർ പറയുന്നു. കോൺഗ്രസിന് നിലവിലുള്ള സീറ്റ് നിലനിർത്താൻ കഴിയുമോ എന്ന് മോദി കോൺഗ്രസിനെ കളിയാക്കിയിരുന്നു. ഇന്ത്യ മുന്നണി അഴിമതിക്കാരുടെ സംഘമാണെന്നും ഇന്ത്യ മുന്നണി തകർന്നടിയുമെന്നും മോദി പറഞ്ഞിരുന്നു. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന് മോദി ക്യാമ്പിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ UPയിൽ അതൊന്നും വിലപ്പോയില്ല എന്നാണ് പറയുന്നത്. ഒരു ചലനവും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൗചാലയങ്ങളുടെ പേരിൽ UPയിൽ സീറ്റുകൾ തൂത്തുവാരിയെങ്കിലും ഇപ്രാവശ്യം അതൊന്നും ചെലവാകില്ല. സമാജ്വാദി പാർട്ടി സഖ്യം BJP ഭീഷണിയെ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള അനവധി സംസ്ഥാനങ്ങളിലും BJPക്ക് അത്രയ്ക്ക് ശുഭകരമായ വാർത്തകളല്ല വരുന്നത്. മിസൈൽ വേഗതയിൽ മിക്ക സംസ്ഥാനങ്ങളിലും മോദി ഓടിയെത്തി റോഡ് ഷോയും മറ്റും നടത്തി കഷ്ടപ്പെടുന്നത് മോഡിയുടെ ക്ഷീണവും ബോഡി ലാംഗ്വേജും വിളിച്ചറിയിക്കുന്നുണ്ടെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് കുറേയൊക്കെ സീറ്റ് ഒപ്പിച്ചെടുക്കാനാവുമെന്ന് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ശുഭാപ്തി വിശ്വാസവും നഷ്ടപ്പെട്ട പോലെയായി ഇപ്പോൾ. ഉദ്ദേശിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് രഹസ്യ റിപ്പോർട്ട് എന്നാണ് അറിയുന്നത്. ഇത്തവണ കേരളത്തിലും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കും താമര വിജയിക്കുമെന്ന് സ്വപ്നം കണ്ട മോദിക്ക് ഇപ്പോൾ നിരാശയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. എന്നാൽ സുരേഷ് ഗോപിയെ എങ്കിലും പാർലമെന്റിൽ എത്തിക്കാനാണ് പിണറായിയുമായി തുടർന്ന് വന്ന സ്നേഹ വരമ്പ് ലംഘിച്ച് പിണറായിയെയും മകൾക്കെതിരെയും അഴിമതി ആരോപണം ഉന്നയിച്ച് EDയുടെ അന്വേഷണം ശക്തിപ്പെടുത്തിയും കരുവന്നൂർ ബാങ്ക് കൊള്ളയും സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ വിഷയമാക്കിയാണ് ആഞ്ഞടിച്ചതെങ്കിലും അങ്ങനെയെങ്കിലും വോട്ട് നേടാനുള്ള അവസാന ശ്രമമാണ് മോഡി നടത്തി നോക്കിയതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പ്രധാനമന്ത്രി ഈ യുദ്ധത്തിൽ മുഖ്യമന്ത്രിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും CMRനെയും കൂട്ടി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രിയും CPM നേതാക്കളും ഇതുവരെയും മോദിയുടെ പേര് ഉച്ചരിക്കുക പോലും ചെയ്തിട്ടില്ല എന്നാണ് ഷിബി ബേബി ജോൺ ആക്ഷേപം ഉന്നയിച്ചത്. മോദിയുടെ പേര് പറഞ്ഞ് പ്രതിരോധിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. പകരം MV ഗോവിന്ദൻ കോൺഗ്രസിനെയാണ് കടന്നാക്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു.